ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലാക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് പടവലങ്ങ പരിപ്പ് കറിയാണ്. ഇതിന് ആവശ്യമായത് പടവലങ്ങ ഒരു കഷ്ണം, പരിപ്പ് വേവിച്ചത് അരക്കപ്പ്, ചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കടുക് താളിക്കുക, കൊച്ചുള്ളി, സവാള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അരിഞ്ഞു വച്ചിരിക്കുന്ന പടവലങ്ങ ഇതിനോട് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റി അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് വേവിക്കുക. പടവലങ്ങയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. വേവിച്ചതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പച്ചമുളകുള്ളെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി മതിയായിരിക്കും, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചൂടോടെ ഉപയോഗിക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ ഒരു കറിയാണ്. ഇന്ന് നാം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാൽമീകി രാമായണത്തിലെ ഏടുകളിൽ മറഞ്ഞിരിക്കുന്ന കരുത്തുറ്റ സ്ത്രീയായ മണ്ഡോദരിയെക്കുറിച്ചാണ്. തൻ്റെ ജ്ഞാനവും വിവേകവും ഉപയോഗിച്ച് ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റാൻ കഴിയുമായിരുന്ന ഒരേ ഒരു വ്യക്തി. സീതയെ അന്വേഷിച്ച് രാവണൻ്റെ അന്തപുരത്തിലെത്തിയ ഹനുമാൻ പോലും മണ്ഡോദരിയുടെ സൗന്ദര്യത്തിൽ വിസ്മയിച്ച് അത് സീതയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അന്തിമ യുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷം സീതയെ രാവണന് തിരികെ നൽകാൻ മണ്ഡോദരി രാവണനോട് അപേക്ഷിക്കുന്നത് കാണാം. അത് ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് രാവണൻ്റെ ഉള്ളിലെ ശക്തി അയാളെ തന്നെ തകർക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ലങ്ക നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി രാമസൈന്യമല്ല, മറിച്ച് അത് രാവണൻ്റെ അഹങ്കാരമാണെന്ന് മണ്ഡോദരിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ അധികാരമോഹം മൂലം രാവണൻ മണ്ഡോദരിയുടെ ഉപദേശത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. യുക്തിയേക്കാൾ അഹങ്കാരത്തെ രാവണൻ തിരഞ്ഞെടുത്തതാണ് മണ്ഡോദരിയെ തളർത്തിയത്. അഹങ്കാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അനന്തരഫലങ്ങളെക്കുറിച്ച് രാമായണം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.